ബസ് നദിയിലേക്ക് മറിഞ്ഞ് ചില ആളുകൾ മരിച്ചു. വെള്ളത്തിൽ മുങ്ങിപ്പോയ ചിലരെയൊക്കെ രക്ഷപ്പെടുത്തി. അങ്ങനെ രക്ഷപ്പെട്ടവരിൽ ഒരാളായിരുന്നു മോനിഷ. റഷീദാണ് തന്നെ രക്ഷപ്പെടുത്തിയത്. ചില ദിവസങ്ങൾ അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന മോനിഷ ബോധം വീണ്ടും കിട്ടിയപ്പോൾ തന്നെ രക്ഷിച്ച വ്യക്തിയെ കാണുവാൻ വേണ്ടി താല്പര്യപ്പെട്ട് റഷീദിൻ്റെ അടുക്കലേക്ക് ഓടിയെത്തി. മരണത്തിൻ്റെ വനമ്പിൽ നിന്ന് തന്നെ ജീവിതത്തിൻ്റെ തീരത്തേക്ക് കൈപിടിച്ച് കയറ്റിയ റഷീദിന് മോനിഷ കരുതി വെച്ചത് തൻ്റെ ചുടുകണ്ണുനീർ മാത്രം എന്നാണ് പത്ര വാർത്തയിൽ നൽകിയിരുന്നത്. രക്ഷകനെ തിരിച്ചറിയുന്നത് ജീവിതത്തിൻ്റെ ആഘോഷമാണ്. നഷ്ടപ്പെട്ട മകൻ്റെ ഉപമയിൽ പിതാവിൻ്റെ അടുക്കിലേക്കുള്ള മടങ്ങിവരവ് ആ മകനെ സംബന്ധിച്ചിടത്തോളം ജീവിതം തിരിച്ചു പിടിച്ച അനുഭവമായിരുന്നു. ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ ആഘോഷമായിട്ട് അത് മാറുകയാണ്. അവിടെയുള്ള എല്ലാവരെയും കൂടി വിരുന്നൊരുക്കുകയാണ്. ആ സന്തോഷ സന്ദർഭത്തിലും അസമാധാനം അനുഭവിച്ചിരുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അത് മടങ്ങി വന്ന മകൻ്റെ ജ്യേഷ്ഠ സഹോദരൻ. ഇവൻ തിരിച്ചു വന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ വസ്തുവകൾ മുഴുവൻ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയവനെ എന്തിന് തിരിച്ചെടുക്കണം? ഒരുപക്ഷെ ചിലരൊക്കെ തിരിച്ചു വരുമ്പോൾ സമാധാനം അനുഭവിക്കുന്നതായുള്ള ഒത്തിരി ആളുകളുണ്ട്. ടാക്സ് വർദ്ധിപ്പിച്ചിട്ട് അതിൽ കൂടി ലഭിക്കുന്ന ലാഭം കൊണ്ട് മറ്റുള്ളവരെ സംരക്ഷിക്കുവാൻ, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുവാൻ ശ്രമിക്കുന്ന സമൂഹം. മറ്റുള്ളവൻ്റെ പ്രയാസങ്ങളിൽ, ഒരു കുടുംബത്തിൻ്റെ തകർച്ചയിൽ ആ തകർച്ചയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം അത് അപ്രകാരം പാടില്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയുക പ്രധാനമാണ്. അസമാധാനം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ എങ്ങനെയും പണമുണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നതായുള്ള സമൂഹം. നീ എന്താണ് ചോറുണ്ണാത്ത എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്. നിനക്ക് എന്താണ് വേണ്ടാത്തത്? അവൻ്റെ ഇലയിലേക്ക് ചോറ് മറിച്ചിടുന്നതായുള്ള ഒരു യൂട്യൂബിലെ ഒരു സീൻ ഞാൻ കണ്ടു. നീ കഴിക്കട എന്ന് പറഞ്ഞ്. എന്തുകൊണ്ടാണ് നീ വീട്ടിൽ താമസിക്കാത്തത്? നിനക്ക് ടാക്സാണ്. ഉപജീവനത്തിന് വേണ്ടി വിവിധ ഇടങ്ങളിലൊക്കെ പോയി താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള കരുതൽ വളരെ പ്രധാനമാണ്. അസമാധാനം അനുഭവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുകളിൽ, ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുപാടിൽ. ക്രൂശ് ഇവിടെ സമാധാനത്തിൻ്റെ ഇടമാകുന്നത് എങ്ങനെയാണ്? ഉൽപ്പത്തി പുസ്തകം 31-10 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയാണ്. നാം അതിനെക്കുറിച്ച് ഇതിനു മുൻപും ഈ പന്തലിൽ കേട്ടതാണ്. യേശാവും യാക്കോബും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയാണ്. പിടിച്ച് വാങ്ങിയവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കുവാൻ യാക്കോബ് ശ്രമിക്കുന്നില്ല. റിപ്പന്റൻസ് ഈസ് ഓൾവേസ് ഫോർ റെസ്റ്റോറേഷൻ. അനുതാപത്തിലൂടെയുള്ള മടങ്ങി വരവാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ആശ്വസിപ്പാനൊരു കർത്തനുണ്ടെനിക്ക്